ഹർത്താൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാകരുതെന്നും നേരിടാൻ സമഗ്ര നിയമനിർമ്മാണം വേണമെന്നും സർക്കാരിനോട് ഹൈക്കോടതി. പൊതുമുതൽ നശിപ്പിച്ചാൽ കർശന നടപടിയുണ്ടാകണം. ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നത് കുറ്റകരമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഹർത്താൽ ആഹ്വാനം കുറ്റകരമാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഭരണഘടനാ ബെഞ്ച് പൊതുമുതലും സ്വകാര്യമുതലും നശിപ്പിക്കുന്നതിനെതിരെ കർശന നടപടികൾ കൈക്കൊള്ളണമെന്ന് വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസുകൾ സമയബന്ധിതമായി മുന്നോട്ടു പോകണം. ഹർത്താൽ ആഹ്വാനം പുറത്തുവിടുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്ന ആവശ്യവും കോടതി തള്ളി. എന്നാൽ ഹർത്താൽ സംബന്ധിച്ച വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം. ഹർത്താൽ ദിനത്തിലുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് സർക്കാർ വകുപ്പുകൾ റിപ്പോർട്ട് നൽകണം. ഹർത്താൽ സംബന്ധിച്ച 2007-ലും 1997-ലും ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധികൾ നടപ്പിലാക്കണം. ഹർത്താൽ സംബന്ധിച്ച വിശദമായ നിർദ്ദേശങ്ങൾ ഈ വിധികളിലുണ്ടെന്ന് ഹൈക്കോടതി മൂന്നംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. 10 വർഷമായി നടന്നുവരുന്ന കേസുകളിൽ സിവിൽ കോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരം വാങ്ങുവാനുള്ള അർഹത ഹർജിക്കാർക്കുണ്ടെന്നും വിധിന്യായത്തിൽ പറയുന്നു. ഹർത്താൽ പ്രഖ്യാപനം നിരോധിക്കണമെന്നും വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നും ആവശ്യപ്പെട്ട് 2006-ൽ നൽകിയ ഹർജി ഉൾപ്പെടെ 8 ഹർജികളാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസുമാരായ AM ഷഫീഖ്, ജയശങ്കർ നമ്പ്യാർ എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ച് പരിഗണിച്ചത്. 180 പേജുള്ള വിധിന്യായമാണ് ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ളത്. വിധിപ്പകർപ്പിന്റെ കോപ്പി ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ച ഭരണഘടനാ ബെഞ്ച് 2008-ലെ നിയമപരിഷ്കരണ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ചുവടുപിടിച്ച് സമഗ്ര നിയമനിർമ്മാണം നടത്തണമെന്നും ഭരണഘടനാ ബെഞ്ച് നിർദ്ദേശിക്കുന്നു. TV ന്യൂസ്, കൊച്ചി. ഹർത്താൽ സംബന്ധിച്ച് ഹൈക്കോടതി ഇന്ന് പുറപ്പെടുവിച്ച ഉത്തരവാണ് 9th അവർ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത് പരാതിക്കാരനായ ഖാലിദ് മുണ്ടപ്പള്ളി, സേനോ ടു ഹർത്താൽ ചെയർമാൻ രാജു P. നായർ, അഡ്വക്കേറ്റ് ജോസഫ് റോണി ജോസ് തുടങ്ങിയവർ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു. മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ഖാലിദ് മുണ്ടപ്പള്ളി, ഹർത്താലുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതിയിൽ നിന്ന് തന്നെയാണ് ഹർത്താൽ ആഹ്വാനം ക്രിമിനൽ കുറ്റമായി കണക്കാക്കാനാവില്ല എന്ന തരത്തിൽ വിധി വന്നിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? കോടതിയുടെ ഇന്നത്തെ ഈ വിധി തികച്ചും നിരാശാജനകമാണ്. കാരണം കേരളത്തില് വളരെ നാളുകളായി ഇത്തരം ഹർത്താലുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനവിരുദ്ധ നടപടിയാണ് ഹർത്താൽ. യഥാർത്ഥത്തിൽ അവർ ഉന്നയിക്കുന്ന വാദം ഇവിടെ അത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. ഈ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇനി ഹർത്താൽ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്ന് കണക്കാക്കിയാൽ പോലും ഒരു വിഭാഗം ജനങ്ങളെ, ഒരു വിഭാഗം എന്ന് പറയാൻ നിവൃത്തിയില്ല, മുഴുവൻ ജനങ്ങളെയും ഒരു ബന്ദികളാക്കിക്കൊണ്ടുള്ള ഒരു ഹർത്താൽ ആഹ്വാനമാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണം, അവർ ഹർത്താൽ ആഹ്വാനം ചെയ്യുമ്പോൾ അവർ ഉന്നയിക്കുന്ന ആവശ്യം നടപ്പിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹർത്താൽ. എന്താണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം? രാഷ്ട്രീയക്കാർ തമ്മിലടിച്ച് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളുടെ പേരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഉടനെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. ഈ രാജ്യത്തെ ജനങ്ങൾ എന്ത് കഴിച്ചു? അഡ്വക്കേറ്റ് ജോസഫ് റോണി ജോസ്, ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് വളരെ നിരാശാജനകമാണ് ഹൈക്കോടതി വിധിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. 1997-ൽ ഭരത് കുമാർ കേസിൽ ബന്ദ് നിരോധിച്ചുകൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിധി പ്രഖ്യാപിച്ച കോടതി തന്നെ ഇപ്പോൾ അത്തരത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നത്, പിന്നീട് നമുക്കറിയാം ബന്ദ് എന്നുള്ളതിൻ്റെ പേര് മാറി ഹർത്താലായി വരുന്നു. ഇപ്പോൾ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കാനാവില്ല, കുറ്റകരമായി കണക്കാക്കാനാവില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിയമപരമായി ഇതിനെ ഒരു മാറ്റമായി കാണാൻ കഴിയുമോ? ഹൈക്കോടതി വിധി തികച്ചും നിരാശാജനകമാണെന്ന് ഒരു ഹർജിക്കാരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് തികച്ചും വാസ്തവവിരുദ്ധമാണ്. ഹൈക്കോടതി സർക്കാരിൻ്റെ കണ്ണ് ഉറപ്പിക്കുകയാണ് ഇന്ന് ചെയ്തത്. നിലവിലത്തെ നിയമവ്യവസ്ഥ സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും പുതിയ ക്രിയാത്മകമായ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നാണ് ഹൈക്കോടതി ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഹർജിയിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ദൃശ്യമാധ്യമങ്ങളെയും അച്ചടി മാധ്യമങ്ങളെയും ഹർത്താൽ വാർത്ത പ്രസിദ്ധപ്പെടുത്തുന്നതിന് നിരോധിക്കണമെന്നും ഒരു പ്രയർ അവർ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ അതും എത്രത്തോളം ഈ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങളെ ഇത് അറിയിക്കേണ്ട ഒരു ധർമ്മവും മാധ്യമങ്ങൾക്കുണ്ട്. അതാണ് കോടതി നിരാകരിക്കുകയും ചെയ്തത്. അവർ ആദ്യത്തെ 2 പ്രയറായത് മാധ്യമങ്ങളെയും നിരോധിക്കണമെന്നും മാധ്യമ വാർത്ത പ്രസിദ്ധപ്പെടുത്തുന്നത് നിരോധിക്കണമെന്നും ഹർത്താൽ ആഹ്വാനം നിരോധിക്കണമെന്നുള്ളത് ഹൈക്കോടതി നിരാകരിച്ചെങ്കിലും മറ്റ് സമഗ്രമായ വിവിധ വിഷയങ്ങൾ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി.
ശ്രീ രാജു പി നായർ, ഇന്നത്തെ ഈ ഹൈക്കോടതി വിധി നിരാശാജനകമല്ല എന്നാണ് അഡ്വക്കേറ്റ് ജോസഫ് റോണി ജോസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനോട് ഏത് രീതിയിലാണ് താങ്കളുടെ ഒരു പ്രതികരണം? ഇത് ഇന്നത്തെ ഹൈക്കോടതി വിധി നിരാശാജനകമാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഹർത്താൽ എന്ന് പറയുന്നൊരു സാമൂഹ്യ വിപത്തിനെതിരെ ജനരോഷം ഉയർന്നു വരികയും ജനങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടായതിനെ തിരിച്ചടിക്കുന്ന ഒരു വിധിയായി പോയി എന്നുള്ള. കാരണം ഇത് ഈ കേരള ഹൈക്കോടതി തന്നെ ഇതിനു മുമ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള വിധിക്ക് ഘടകവിരുദ്ധമാണ്. കാരണം 97 വ്യാപാരി വ്യവസായ ഏകോപന സമിതി സമർപ്പിച്ചൊരു ഹർജിയിൽ ഈ ബന്ദ് എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി എടുത്തിരുന്നത്. അത് 98 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് ഇത് ചെയ്യുകയാണ് ചെയ്തത്. അപ്പീൽ പോയപ്പോൾ ആ ഹൈക്കോടതിയുടെ വിധി ശരിവെക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം 2004 ഈ ഹർത്താൽ ബന്ദ് മാറി ഹർത്താലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സംബന്ധിച്ചൊരു ജോർജ് കുര്യൻ വേഴ്സസ് കേരള സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ജസ്റ്റിസ് JB കോശി, ഇന്നത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ടിരിക്കുന്ന ജസ്റ്റിസ് JB കോശി പറഞ്ഞത് ഷേക്സ്പിയറിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അത് ഹർത്താൽ എന്നുള്ളതോ അല്ലെങ്കിൽ പണിമുടക്ക് എന്നുള്ളതോ എന്താണെങ്കിലും ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ബന്ധായിട്ട് തന്നെ നിർവചിക്കേണ്ടി വരും എന്നുള്ളതാണ് ജസ്റ്റിസ് JB കോശി എടുത്തത്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ച ഹർത്താലിന് ബദൽ എന്നുള്ളൊരു സംവാദത്തിൽ ജസ്റ്റിസ് JB കോശി വന്നിട്ട് പറഞ്ഞത് ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് പറഞ്ഞത്. അത്രമാത്രം നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷി ഉണർന്നിരുന്നതിനെതിരായിട്ട്. പക്ഷെ അതിനെ എല്ലാം തിരിച്ചടിക്കുന്ന രീതിയിൽ ഒരു വലിയൊരു തിരിച്ചടിയാണ് ഈ ഹർത്താൽ വിരുദ്ധ മുന്നണികൾക്ക് അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ വികാരത്തിന് തിരിച്ചടിയാണ് എന്ന് ലഭിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ഖാലിദ് മുണ്ടപ്പള്ളി, പ്രതിഷേധിക്കാനുള്ള മൗലിക അവകാശം എന്ന തരത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. അത് രണ്ടും ചെയ്യാണ്. അതായത് പ്രതിഷേധിക്കാനുള്ള അവകാശം എന്ന് അവർ പറയുമ്പോൾ ആയിക്കോട്ടെ, പ്രതിഷേധിക്കാൻ അത് വേറൊരാളുടെ യാത്രാ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനുള്ള അവകാശം, ഈ അവകാശത്തെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവകാശത്തെ അവരെ ഇത്തരത്തിലുള്ള യാത്ര ചെയ്യാൻ പറ്റാതെ വരിക, തൊഴിലെടുക്കാൻ പറ്റാതെ വരിക, അവരുടെ സ്ഥാപനങ്ങൾ തുറന്നു വയ്ക്കാൻ പറ്റാതെ വരിക, യാത്ര ചെയ്യുമ്പോൾ ആക്രമണം ഉണ്ടാവുന്നു, അതോടൊപ്പം രോഗികൾക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, ഇവരെല്ലാം ആക്രമിക്കുന്നു. ഈ സമയത്തെല്ലാം ഇവരെ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നവർ ഈ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ജനാധിപത്യ അവകാശം സംഘടിക്കാനുള്ള പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഈ രാജ്യത്തെ ജനങ്ങളെ, സംസ്ഥാനത്തെ ജനങ്ങളെ ബന്ദികളാക്കിക്കൊണ്ട് ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു ഹർത്താൽ. ഉദാഹരണം, ഇന്ന് വിധി പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ സംസ്ഥാന ഹർത്താലിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ BJP നടത്തിയ ഹർത്താലിൽ ഹൈക്കോടതിക്ക് വരെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതാണ് കേരളത്തിലെ ഈ ഹർത്താൽ പ്രഖ്യാപനം. മാത്രമല്ല, ഒരു വർഷത്തിൽ ഏകദേശം ഞാൻ ഈ ഹൈക്കോടതി ഹർജി ഫയൽ ചെയ്യുമ്പോൾ 100-150 ഹർത്താലുകൾ നടന്നു കഴിഞ്ഞു. താലൂക്ക് ഹർത്താല്, സംസ്ഥാന ഹർത്താല്, ജില്ലാ ഹർത്താല്, എവിടെയെങ്കിലും ഒരു 5 കിലോമീറ്റർ. CPM നേതാവ് ശ്രീ MV ജയരാജൻ നമ്മോടൊപ്പം ചേരുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി. ശ്രീ MV ജയരാജൻ, ഹർത്താൽ ആഹ്വാനം കുറ്റകരമായി കാണാൻ കഴിയില്ല എന്ന് കോടതി പറയുമ്പോൾ തന്നെ ഹർത്താൽ ദിവസത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട കർശനമായ നിലപാടുകൾ, ഹർത്താലിനെ നേരിടാൻ സമഗ്രമായ നിയമനിർമ്മാണം വേണം എന്നിങ്ങനെ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു ഹൈക്കോടതി. ഏത് തരത്തിൽ പ്രതികരിക്കുന്നു? പണിമുടക്ക്, ഹർത്താല്, ബന്ദ് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആഹ്വാനം ചെയ്യുന്ന സംഘടനകളും ആ സംഘടനകളിൽ അണിനിരന്ന തൊഴിലാളികൾ അടക്കമുള്ള പണിയെടുക്കുന്നവരും യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഈ പോരാട്ടങ്ങൾ നടത്തുന്നത്. അനാവശ്യമായ ഹർത്താൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാൻ വേണ്ടി നടത്തുന്ന സമരം ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് അതല്ലാതെ മറ്റു വഴിയില്ല. ഉദാഹരണത്തിന്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം വെട്ടിക്കുറക്കുന്നു. ആ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും സംഘടിച്ച് സമരം ചെയ്യലല്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം പുനഃസ്ഥാപിക്കാൻ വേറെ മാർഗവുമില്ല. ഫ്രാൻസിൽ കഴിഞ്ഞ മാസം നടന്നത് 50 ദിവസം തുടർച്ചയായ പണിമുടക്ക് സമരമായിരുന്നു. ഒരാൾ പണിമുടക്കുന്നത് അവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങൾക്കും വേണ്ടിയാവുമ്പോൾ മറ്റൊരാള് പണിമുടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെ നിർബന്ധിച്ച് ആ പണിമുടക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല. ശ്രീ MV ജയരാജൻ, താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് പണിമുടക്കിന്റെ വിഷയമാണ്. ഒരു മേഖലയിൽ ഇപ്പോൾ
ഏതെങ്കിലും ഒരു മേഖലയിൽ അവർക്ക് ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ ആ മേഖലയിൽ പണിമുടക്കാനുള്ള അവകാശമുണ്ട്. അതേസമയം ആ ഒരു സമരത്തിൻ്റെ പേരിൽ സംസ്ഥാനത്തെ ആകെ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ, സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിപ്പിക്കുന്ന തരത്തിൽ ഹർത്താലുകൾ ആഹ്വാനം ചെയ്യുക, വൻതോതിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന പ്രവണതയുണ്ടാവുക, ഇതൊക്കെ വരുമ്പോഴല്ലേ പൊതുജന വികാരം എതിരായി വരുന്നതും ഇത്തരത്തിൽ കോടതികൾക്ക് ഇടപെടേണ്ടി വരുന്നതും? അതുതന്നെയാണ് ഞാൻ പറയുന്നത്. എന്റെ മാന്യ സുഹൃത്ത്, നേരത്തെ ഹർത്താലിനെതിരായി അഭിപ്രായം പറഞ്ഞ സുഹൃത്ത്, ഒരിക്കലും അദ്ദേഹം ഡീസലിന്റെ വില കയറ്റിയാൽ ആ കയറ്റിയ തുക ഞാൻ കൊടുക്കാൻ സന്നദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കില്ല. ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചാൽ അദ്ദേഹവും ഞാനും ഉൾപ്പെടെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്നുള്ള നിലക്ക് പിഴ കൊടുക്കേണ്ടി വരുന്നത്. അത് ഓട്ടോ ചാർജ് വർധനവായി, ബസ് ചാർജ് വർധനവായി, ട്രെയിൻ ചാർജ് വർധനവായി വരുന്നു. അപ്പോൾ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയാണ് ഹർത്താലും പണിമുടക്കും ഉൾപ്പെടെയുള്ള സമരം. ശ്രീ എം വി ജയരാജൻ ദയവായി ലൈനിൽ തുടരുക. ശ്രീ രാജു പി നായർ, ഇപ്പോൾ എം വി ജയരാജൻ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രതിഷേധിക്കാൻ ഹർത്താൽ അനിവാര്യമാണ് എന്നാണ് എം വി ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ജനവികാരം ഹർത്താലിനെതിരായിട്ട് വരാൻ കാരണം ശ്രീ ജയരാജൻ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടി തന്നെ സദാം ഹുസൈനെ തൂക്കിക്കൊന്നതിന്റെ പേരിൽ കേരളത്തിൽ ഹർത്താൽ നടത്തിയില്ലേ? ജമ്മു കാശ്മീരിൽ അമർനാഥ് ക്ഷേത്രത്തിന് ജമ്മു കാശ്മീർ ഗവൺമെന്റ് കൊടുത്തിരുന്ന സ്ഥലം തിരിച്ചെടുത്തു എന്നുള്ള പേരിൽ BJPയുടെ ഹർത്താൽ നടത്തിയില്ലേ? ഇവിടെ കോൺഗ്രസ് പാർട്ടി ഹർത്താൽ നടത്തിയിട്ടില്ലേ? ഇപ്പോൾ ശ്രീ ജയരാജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡീസലിന്റെ വില വർധനത്തിനെതിരെ ഹർത്താൽ നടത്തി. എത്ര പ്രാവശ്യം ഡീസലിന്റെ വില വർധന പിൻവലിച്ചു ഹർത്താൽ കാരണം? ഇവിടെ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന വിഷയങ്ങളൊന്നും ഒരു ജനങ്ങൾക്ക് മുഴുവൻ അംഗീകരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനൊന്നും ഒരു ഹർത്താൽ കൊണ്ട് പ്രതിവിധി ഉണ്ടാക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല. ഇവിടെ ഒരു പോലീസ് കേസായിട്ട് തീരേണ്ട ക്രിമിനൽ കേസ് പോലും ഒരു പാർട്ടി ഓഫീസിന് മുമ്പിലുള്ള കൊടിയടച്ചാൽ പഞ്ചായത്ത് ലെവലിലും താലൂക്ക് ലെവലിലും ഹർത്താൽ നടത്തുകയാണ്. ഈ ഹർത്താൽ എന്ന് പറയുന്ന ഒരു സമരായുധത്തിന്റെ ദുരുപയോഗം തന്നെയാണ് ജനങ്ങൾ ഇതിനെതിരാകാനുള്ള കാരണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാം ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത്. ശ്രീ ജയരാജൻ, മറുപടി. സദാം ഹുസൈനെ തോക്കുന്നതിന്റെ പേരിൽ കേരളത്തിൽ ഹർത്താൽ നടത്തിയിരുന്നു. ഇതിനെ എത്രത്തോളം നമുക്ക് ന്യായീകരിക്കാൻ കഴിയും? എന്റെ മാന്യ സുഹൃത്ത് പറഞ്ഞത് നിങ്ങളുടെ ശ്രോതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. സദ്ദാം ഹുസൈൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടില്ല. എന്നാൽ അതിനെതിരായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. പക്ഷേ സദ്ദാം ഹുസൈനെ കൊലപ്പെടുത്തിയത് ശരിയാണെന്ന് എന്റെ മാന്യ സുഹൃത്തിന് അദ്ദേഹത്തിന്റെ അവകാശവും താല്പര്യവും അനുസരിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹർത്താലൊന്നും ആചരിച്ചിട്ടില്ല. ഇപ്പോൾ ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചാൽ എന്റെ മാന്യ സുഹൃത്തിന് ഞാൻ വർധനവിന്റെ കൂടിയാണെന്ന് പറയാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ വർധനവ് തെറ്റാണെന്ന് പറയാനുള്ള എന്റെ അവകാശമുണ്ട്. അതോടൊപ്പം ഡീസലിന്റെ വില കുറയാൻ ഇടവന്നിട്ടുണ്ട്. നമ്മുടെ പാചകവാതക സിലിണ്ടർ 9ഉം 6ഉമായി കുറച്ചപ്പോൾ അന്ന് നടത്തിയ ജനകീയ സമരം അത് പുനഃസ്ഥാപിക്കാൻ ഇടവരുത്തിയിട്ടുണ്ട്. ശ്രീ എം വി ജയരാജൻ, അത് പുനഃസ്ഥാപിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഹർത്താൽ നടത്തിയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കത് പറയാം, നിങ്ങളുടെ അവകാശത്തെ ഞാൻ അനുവദിക്കുന്നു. അതുപോലെ എനിക്ക് ഞങ്ങൾ ഉൾപ്പെടെ സമരം നടത്തിയത് കൂടി കാരണമാണെന്ന് പറയാനുള്ള എന്റെ അവകാശത്തെ നിങ്ങൾ അംഗീകരിക്കണമല്ലോ. ഇതാണല്ലോ ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ എനക്കുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ ഹർത്താലിന് ജനങ്ങളാകെ എതിരാണെന്ന്. ഞാൻ അദ്ദേഹം പറയുന്ന കൂട്ടത്തിലുള്ള ഒരു എളിയ ജനമാണ്. എനിക്ക് ഹർത്താൽ ന്യായമായ കാര്യങ്ങളാണെങ്കിൽ വേണമെന്നുള്ള അഭിപ്രായമാണ്. അദ്ദേഹത്തിന് ന്യായമായ കാരണങ്ങളാണെങ്കിൽ ഹർത്താൽ വേണ്ടെന്നുള്ള അഭിപ്രായം അത് അദ്ദേഹം സൂചിച്ചോട്ടെ. ശ്രീ എം വി ജയരാജൻ ദയവായി ലൈനിൽ തുടരുക. രാജു പി നായർ, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ന്യായമായ അവകാശങ്ങളാണെങ്കിൽ അതിന് വേണം. ബഹുമാനപ്പെട്ട സഖാവിനോട് എനിക്കൊരു ഒറ്റ കാര്യം സൂചിപ്പിക്കാനുണ്ട്. പ്രതിഷേധിക്കാനുള്ള അവകാശം ഞങ്ങൾ തീർച്ചയായിട്ടും ഇവരാരും സമരത്തിനെതിരല്ല, പക്ഷെ പ്രതിഷേധിക്കാതിരിക്കാനുള്ള അവകാശവും കൂടിയുണ്ട്. ഇവരുടെ ഇറക്കുന്ന വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞുകൊണ്ട് ഇവരെ വീട്ടിലിരുത്തി ബന്ദികളാക്കി ഇരുത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു, ഹർത്താൽ പൂർണ്ണം എന്ന് പറയുന്ന രാഷ്ട്രീയം അംഗീകരിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ ഒരു വിഷയം, ഇതിൽ ആരൊക്കെയാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടാവുന്നത്? ഒരു ബിസിനസ് നടത്തുന്ന ഒരാളോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളോ അല്ല. സഖാവ് ജയരാജനെ ഞാൻ അടുത്ത പരിപാടിക്ക് ഞങ്ങൾ ഹർത്താൽ ദിവസം സമാന്തരമായിട്ട് ഞങ്ങളുടെ വാഹനങ്ങൾ ഉപയോഗിച്ച് സർവീസ് നടത്തുന്ന ഒരു സംഘടനയാണ്. ഞാൻ അദ്ദേഹത്തെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. കീമോതെറാപ്പി കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിൽ പോകാൻ കഴിയാത്ത ആൾക്കാർ, പാവപ്പെട്ട ജനങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുള്ള ആൾക്കാർ, അവർക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല, അവർക്ക് കഴിയാൻ പോകില്ല. ഇവിടെ പാല്, പത്രം, ആശുപത്രി ഇവർ തടയില്ല എന്ന് പറയുന്നു. കേരളത്തിൽ എത്ര ജനങ്ങൾക്ക് ടാക്സി വിളിച്ച് ആശുപത്രിയിൽ പോകാൻ കഴിയും?
ബോർഡ് വെച്ചിട്ടാണെങ്കിൽ പോലും. അതല്ലാതെ ട്രെയിനിൽ ഞങ്ങൾ അവിടെ നിന്ന് കാണുന്ന ദുരിതങ്ങളുണ്ട്. ആ ദുരിതത്തിന് ആര് സമാധാനം പറയും? ജനങ്ങളുടെ മൗലികാവകാശത്തെ ഉള്ള ലംഘനമാണ് ഹർത്താലുകളുടെ പേരിൽ നടക്കുന്നത്. ശ്രീ ജയരാജൻ, ഇത്തരത്തിൽ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് നടക്കുന്നത്. രോഗികൾ ഉൾപ്പെടെയുള്ളവരെ ദുരിതത്തിലാക്കിക്കൊണ്ടാണ് ഒരു ദിവസം സംസ്ഥാനമൊട്ടാകെ സ്തംഭിപ്പിക്കുന്നത്. സഖാവ് രാജു എന്ന് ഞാൻ വിളിച്ചോട്ടെ എന്റെ മാന്യ സുഹൃത്തിനെ. അദ്ദേഹത്തിന്റെ അറിവിലേക്ക് ഞാൻ പറയാം. ഹർത്താലോ പണിമുടക്കോ ഉള്ള ദിവസം വാഹനം കിട്ടാത്തതിന്റെ ഫലമായി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത പ്രയാസം അനുഭവിക്കുന്നയാളെ ഞാൻ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ പോലെ തന്നെ. അദ്ദേഹം ചെയ്ത നല്ല കാര്യത്തെ ഞാൻ മാനിക്കുന്നു. അതുപോലെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹർത്താലോ പണിമുടക്കോ ഉള്ള ദിവസം വാഹനങ്ങളൊന്നും കിട്ടാത്ത ദിവസം മരണ വീട്ടിൽ ആളുകൾ എത്തിക്കാൻ ഞങ്ങൾ പണിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാന്യ സുഹൃത്തിനോട് ഞാൻ പറയട്ടെ, ഇപ്പോ പുനരധിവാസവും പറഞ്ഞ് സാന്ത്വന മേഖലയിൽ എളിയ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യയെ എന്റെ മാന്യ സുഹൃത്തിനോട് ചോദിക്കുന്നു, ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചാൽ വർദ്ധിപ്പിച്ച വില കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് കോടതിയിൽ പോകാൻ താങ്കൾ തയ്യാറുണ്ടോ? എത്രമാത്രം ജനങ്ങളെ കൊള്ള ചെയ്യുന്ന ഭരണ നടപടികളാണ് കോൺഗ്രസും BJPയും ഈ രാജ്യത്ത് സ്വീകരിച്ചത്? ശ്രീ ജയരാജൻ, ദയവായി ലൈനിൽ തുടരുക. അഡ്വക്കേറ്റ് ജോസഫ് റോണി ജോസ്, ഇവർ രണ്ടു കൂട്ടരും സംസാരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ നിലപാടുകൾ, അതിന് ഹർത്താലിനെ എതിർക്കുന്നവർക്ക് അവരുടേതായ നിലപാടുകൾ. ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പ്രതിഷേധിക്കാനുള്ള അവകാശം ഒരു ഭാഗത്ത്, അതേസമയം ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശം മറുവശത്ത്. ഇതിന് കോടതികൾ ഇതിനെ നിരീക്ഷിക്കുമ്പോൾ, നിയമപരമായി നിരീക്ഷിക്കുമ്പോൾ ഇതിന് ഏതിനാണ് മുൻതൂക്കം ഉണ്ടാവുക? ഇതിന് ഞാൻ പറയാനുള്ള ഉത്തരവെന്ന് വെച്ച് കഴിഞ്ഞാൽ 2009 ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ഒരു സംശയത്തിന് സുപ്രീം കോടതി റെഫറൻസ് കേസിൽ മറുപടി നൽകുകയുണ്ടായി. ഇന്ത്യ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ, അതായത് ബീഹാർ, ഉത്തർപ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിൽ അക്രമ ഹർത്താലുകൾ വരുന്നെന്നും അതിനാൽ ഇത് നിയന്ത്രിക്കാൻ കാര്യക്ഷമമായ നിയമനിർമ്മാണം അതാത് സംസ്ഥാനങ്ങളിലുണ്ട്. കേരള സംസ്ഥാനത്ത് PDPP ആക്ട് വരെ മുതലായ ശക്തമായ നിയമമുണ്ട്. ഇത് നടപ്പാക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ട് തിരിച്ച് ആ ഉത്തരം നൽകിക്കൊണ്ട് റെഫറൻസിന് മറുപടി പറയുകയുണ്ടായി. അരിജിത് പ്രസാദ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ആ മറുപടി നൽകിയത്. ആദ്യം സംസാരിച്ച ഖാലിദ് മുണ്ടപ്പള്ളി പറഞ്ഞു, ഹർത്താൽ ദിവസം ഹൈക്കോടതി പ്രവർത്തിച്ചില്ലെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. പിന്നെ ഒരു വിധി നമുക്ക് അനുകൂലമാകുമ്പോൾ കോടതിന് നല്ലതെന്നും വിധി എതിരാകുമ്പോൾ ചീത്തയെന്നും പറയുന്നത് ശരിയല്ല. ഹൈക്കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചത് കാര്യക്ഷമമായ നിയമം നിലവിലുണ്ട്, അഥവാ നിയമം പോരെങ്കിൽ പുതിയ നിയമം പ്രഖ്യാപിക്കണമെന്നാണ് സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. നിയമനിർമ്മാണം കൊണ്ടുവരാനുള്ള ആർജവും സർക്കാർ കാണിക്കണം. അതിന് ഭരണാധികാരികൾ ഇടപെടണം. അല്ലാതെ കോടതിനെ ഓരോ വിധി എതിരായി വരുമ്പോൾ കുറ്റം പറയുകയും വിധി അനുകൂലമാകുമ്പോൾ കോടതി വിധി നല്ലതെന്ന് പറയുന്നതും ശരിയായൊരു പ്രവണതയാണ്. ശ്രീ രാജു പി നായർ, ഇക്കാര്യത്തിൽ ജയരാജൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം ജനവിരുദ്ധമായ നടപടികൾ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അവരുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായ പ്രതിഷേധങ്ങൾ അത് വേണ്ടിവരും. ആ ഒരു കാര്യമാണ് ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ഹർത്താലാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും അദ്ദേഹം പറയുന്നു. ഹർത്താൽ ഏറ്റവും ഫലപ്രദമാകുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഒരൊറ്റ വാർത്താ റിലീസുകൊണ്ട്, ഒരു പ്രസ് റിലീസുകൊണ്ട് കേരളത്തെ സ്തംഭിപ്പിക്കാം എന്നുള്ളൊരു ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. ഞാൻ പറയുന്നു, ശ്രീ ജയരാജൻ ഉൾപ്പെടെയുള്ള CPM-ഉം ഇവിടുത്തെ LDF-ഉം വളരെ സർഗാത്മക രീതിയിലുള്ള സമരങ്ങൾ നടത്തിയിട്ടില്ലേ? അടുപ്പുകൂട്ടി സമരം നടത്തി, രാപ്പകൽ സമരം നടത്തി. ഈ സമരത്തെ ഒന്നും ആരും എതിർത്തിട്ടില്ല. അവർ പ്രതിഷേധിക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യത്തിനെ എതിർത്ത് ഒരു വളരെ ഇതുവേണ്ട ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ അരാഷ്ട്രീയവാദം എന്നുള്ള രീതിയിലൊക്കെ തള്ളിക്കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ പ്രതിഷേധത്തെ അല്ല എതിർക്കുന്നത്, ഈ ഹർത്താൽ എന്നുള്ള ഭാഗത്തെ എതിർക്കുന്നത്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് മാറി ഞാൻ മറ്റൊരു ഇതിലേക്ക് കൂടി വരട്ടെ. എന്താണ് ഇവിടെ ഹർത്താലിൻ്റെ പേരിൽ നടക്കുന്നത്? കഴിഞ്ഞ ഒരു ഹർത്താൽ ഇവിടെ RSS ഡിക്ലെയർ ചെയ്ത ഹർത്താലിൽ കണ്ടു കേരളത്തിൽ വ്യാപകമായിട്ടുള്ള അക്രമം നടന്നു. ഇന്നത്തെ കോടതി വിധിയുടെ ഏറ്റവും ക്രക്സിലേക്ക് ഞാൻ വരട്ടെ. കാരണം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നത് കുറ്റകരമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ വർഗീയ സംഘടനകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കലാപത്തിന് കൊടുക്കുന്ന ആഹ്വാനങ്ങൾ അവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുന്നുണ്ട്. കേരളത്തിൽ സത്യത്തിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും, ഇപ്പോൾ മറ്റേ ലോകത്തിൻ്റെ എവിടെ, ബംഗ്ലാദേശാണ് ഹർത്താലിൻ്റെ ഏറ്റവും വലിയൊരു വിപത്ത് അനുഭവിക്കുന്നവർ. എവിടെയാണെങ്കിലും ഈ ഹർത്താൽ എന്നുള്ളൊരു ആഹ്വാനം കൊണ്ട് കേരളത്തിൽ മുഴുവൻ ഒരു പരിധിവരെ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവരെ നിയമപരമായിട്ട് നേരിടേണ്ടേ? അതൊരു ഏറ്റവും വലിയൊരു വിധേയം. രണ്ടാമതൊരു കാര്യം, ഒക്ടോബർ 1, 2007 തമിഴ്നാട്ടിൽ സേതുസമുദ്രം പ്രോജക്റ്റിനെതിരായിട്ട് നടന്ന ഒരു ബന്ദ് വിളിച്ചായിരുന്നു. അതിനെ ബഹുമാനപ്പെട്ട തമിഴ്നാട് ഹൈക്കോടതിയും അതിനുശേഷം സുപ്രീം കോടതിയും അത് നിരോധിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, സോ ലോങ് ആസ് ദ 1998 ജഡ്ജ്മെന്റ് ഓഫ് ദ കോർട്ട് റിമെയിൻസ് യു കനോട്ട് കോൾ ഫോർ എ ബന്ദ്.
വിച്ച് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് എന്നാണ് പറഞ്ഞത്. ഇത് സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളാണ്. അവരുടെ ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ 2007 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നത് തന്നെ പ്രൊഹിബിറ്റഡ് ആണെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ കേരള ഹൈക്കോടതിക്ക് ഇത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും? ഇതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രീ എം വി പ്രധാനപ്പെട്ടത്. ജയരാജൻ, സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഇത്തരം ഹർത്താലുകൾ ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് പാടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള വിധി ഉണ്ടാകുന്നത്. മുമ്പും ഭരണഘടനാ വിരുദ്ധമാണ് ഇത്തരം ഹർത്താലുകൾ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന്. നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ കർശനമായ നിയന്ത്രണങ്ങൾ വരുന്നു. ഇതിനെ ഞാൻ പ്രതികരിക്കുന്നതിന് മുമ്പ് എന്റെ മാന്യ സുഹൃത്തിനോടൊരു ചോദ്യം ചോദിച്ച് അദ്ദേഹത്തിന് ഉത്തരം കൂടി കിട്ടാൻ എന്നെ ദയവായി അനുവദിക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് തന്നെ മൈക്ക് തരികയും ചെയ്യാം. ഒറ്റ ചോദ്യം, സർഗാത്മകമായ സമരം CPM ഇടതുപക്ഷം ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോട് നന്ദി പ്രകടിപ്പിക്കട്ടെ. ഇപ്പൊ അടുപ്പുകൂട്ടൽ സമരം, പാചകവാതക ഗ്യാസ് സിലിണ്ടറിന്റെ വെട്ടിക്കുറച്ച് നടപടിക്കെതിരായ സമരം, ഇതൊക്കെ ശ്രദ്ധേയമായിരുന്നു. എന്റെ മാന്യ സുഹൃത്ത് ആ സർഗാത്മകമായ സമരം നടത്തിയ എവിടെയെങ്കിലും സമരത്തിൽ CPM-ഉമായോ ഇടതുപക്ഷവുമായോ സഹകരിച്ചിരുന്നോ, പങ്കെടുത്തിരുന്നോ? എന്റെ ചോദ്യം വളരെ ലളിതമാണ്. താങ്കൾ ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു? സർഗാത്മകമായ സമരത്തിൽ? ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. കാരണം അതിനകത്ത് എനിക്ക് എൻ്റെ രാഷ്ട്രീയത്തിന് അതിന് വേറിട്ടൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് പങ്കെടുത്തിട്ടില്ല. ശ്രീ ജയരാജൻ, ഇത് ഞാൻ പറയട്ടെ, ഇത് ഞാൻ തുടരട്ടെ. ഇത് തന്നെയാണ് രാഷ്ട്രീയം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് CPIM ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന സർഗാത്മകമായ സമരത്തിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ പോലും സഹകരിക്കാത്ത താങ്കളാണ് ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾക്കെതിരായി വരുന്നത്. അപ്പോ ഒരു ഭാഗത്ത് ഞാൻ സമരവിരോധിയല്ല, ഞാൻ ജനാധിപത്യപരമായ രീതിയിൽ സംഘടിക്കാനും സമരം ചെയ്യാനുള്ള അവകാശം അംഗീകരിക്കുന്നയാളാണെന്ന് ഈ ചാനലിന്റെ ശ്രോതാക്കളെ ധരിപ്പിക്കുക. മറുഭാഗത്ത് സർഗാത്മകമായ സമരത്തിൽ പങ്കെടുക്കാതിരിക്കുക. ഇനി എന്തെന്നാ ഈ സമരത്തോട് താങ്കളുടെ അഭിപ്രായം? അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ്, ഞങ്ങൾ നിർബന്ധിത ഹർത്താൽ എന്ന് പറയുന്ന നിലപാടിനോട് യോജിക്കുന്നില്ല. ഹർത്താലിന്റെ മറവിൽ എവിടെയെങ്കിലും അക്രമം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ നടപടി സ്വീകരിക്കാവുന്നതാണ്. ഇനി വല്ല നിയമത്തിന്റെ കുറവുണ്ടെങ്കിൽ അതും നമുക്ക്. ശ്രീ എം വി ജയരാജൻ, നിർബന്ധിത ഹർത്താലിന് എതിരാണ് എന്ന് പറയുമ്പോഴും CPM പോലെ ഒരു പാർട്ടി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ, കേരളത്തിൽ ഇത്രയും ശക്തമായ ഒരു പാർട്ടി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ അത് നിർബന്ധിത ഹർത്താലായി മാറുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? താങ്കളോട് ചോദിച്ചതിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചത് ശരിയാണ്, ഞാൻ അതിനോട് പിന്തുണക്കുന്നു എന്ന് പറയാൻ താങ്കൾ ഉൾപ്പെടെ സന്നദ്ധമാകാത്തിടത്തോളം മനസ്സുകൊണ്ട് നമ്മുടെ കൂടിയാണ്. പക്ഷെ ഈ സമരത്തിൽ മെനക്കെട്ടിട്ട് ഡീസലിന്റെ വില കുറഞ്ഞു കിട്ടിയാൽ അത് മെനക്കെട്ടിട്ട് കിട്ടാൻ താല്പര്യമില്ല. അപ്പൊ നമ്മളൊരു പണി മുടക്കുന്ന ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്ന പാർട്ടിയും അതിന്റെ പ്രവർത്തകരും ഒരുപാട് തിരിക്കുന്നുണ്ട്. പണി മുടക്കിയാൽ അവൻ അന്നത്തെ വരുമാനം പോയി. അപ്പോ ഹർത്താലോ പണിമുടക്കോ ആഹ്വാനം ചെയ്യുന്നവർക്കോ അവരുടെ അണികൾക്കോ ഒരുപാട് ത്യജിക്കേണ്ടി വരുന്നുണ്ട്, സാമ്പത്തിക നഷ്ടമുണ്ട്. എന്നിട്ട് പോലും ഇത് ചെയ്യുന്നത് അവരുൾപ്പെടെയുള്ള സമൂഹത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ശ്രീ രാജു പി നായർ, ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നത് ഏറെ ത്യാഗങ്ങൾ സഹിച്ചാണ് ഇത്തരത്തിൽ ഹർത്താലുകൾ നടത്തുന്നത് ജനകീയ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് അതിനകത്തൊരു വ്യക്തിപരമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള അതിനകത്തുള്ള ഞാൻ സർഗാത്മകമായ സമരം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് അവരുന്നയിച്ച ആവശ്യങ്ങളോടുള്ള അനുഭവം പ്രകടിപ്പിച്ചതല്ല. സമരത്തിന്റെ രീതി സർഗാത്മകമായിരുന്നു, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ രാഷ്ട്രീയത്തിനനുസരിച്ച് എൻ്റെ നിലപാടുകൾക്കനുസരിച്ചുള്ള സമരങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. അതേസമയം തന്നെ ഹർത്താലിനോടുള്ള എൻ്റെ സമീപനം രാഷ്ട്രീയത്തിന് അതീതമാണ്. ഇവിടെ ഞാൻ പരസ്യമായിട്ട് ഇവിടെ ലാവ്ലിൻ കേസിൽ ഗവർണർ അനുമതി കൊടുക്കാതെ വന്നപ്പോൾ ഇവിടെ UDF ഹർത്താൽ നടത്തി. അന്ന് പരസ്യമായിട്ട് പത്രസമ്മേളനം പറഞ്ഞ ആളാണ് ഞാൻ. കാരണം 374 കോടി രൂപ നഷ്ടം വരുത്തിയ ഒരു സംഭവത്തിനെതിരെ കോൺഗ്രസ് ഒരു സമരം പ്രഖ്യാപിച്ചുകൊണ്ട് 1000 കോടിയുടെ നഷ്ടം വരുത്തിയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും, അതിപ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയാണെങ്കിലും ശരി, ഏത് പാർട്ടിയാണെങ്കിലും ഇക്കാര്യത്തിൽ എല്ലാവർക്കും ഒരേ സമാപനം. അതിന് എത്ര പേര് എണ്ണം നടത്തി എന്നുള്ള ഒരു സംശയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യത്തിൽ എനിക്കതിന് മറുപടി പറയണം. പിന്നെ രണ്ടാമത് സൂചിപ്പിച്ച കാര്യം, ഈ പ്രതിഷേധം, ഡീസലിന് വർധനവിനെതിരെ എല്ലാത്തിനെതിരെ പ്രതിഷേധമുണ്ട്. സഖാവ് ജയരാജൻ പറയുമോ 3 കോടി ജനങ്ങൾ കേരളത്തിൽ കഥകടിച്ച് അകത്ത് കയറിയിരിക്കുന്നത് ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോടുള്ള വിധേയത്വം കൊണ്ട് അല്ലെങ്കിൽ അനുഭാവം കൊണ്ടാണ്
ഇവരെല്ലാം വീട്ടിനകത്ത് കയറിയിരിക്കുന്നതെന്ന് പറയാൻ സഖാവ് ജയരാജന് സാധിക്കുമോ? ശ്രീ ജയരാജൻ, ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാന വിഷയം, ഈ ഒരു സമരത്തോടുള്ള അനുഭാവം കൊണ്ടാണോ ഈ ആളുകൾ മുഴുവൻ ഈ ഒരു ഹർത്താലിൽ പങ്കെടുക്കുന്നത്? അല്ല, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം തന്നെ ഒരു ഉദാഹരണമല്ലേ. പണിമുടക്കോ ഹർത്താലോ ഡീസലിന്റെ വില കുറക്കണമെന്ന് പറഞ്ഞിട്ട് സമരമോ നടന്നാൽ സർഗാത്മകമാണെങ്കിൽ പോലും അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചാൽ അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഡീസൽ വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. ശ്രീ എം വി ജയരാജൻ, ഡീസൽ വിലയുടെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട് പറയുകയാണ്, ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില താഴുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ ഡീസലിന്റെ വില നിയന്ത്രിക്കുന്നത്, അല്ലാതെ കേരളത്തിൽ ഹർത്താൽ നടത്തിയത് കൊണ്ടല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ആഗോള വിപണിക്ക് അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ 12 രൂപ കുറക്കണം, 2.5 രൂപയെ കുറച്ചിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, BJP ഗവൺമെന്റ് ഇപ്പൊ ചെയ്തത് വില നിയന്ത്രണം റിലയൻസ് ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞു. ഔഷധ വില ക്യാൻസർ രോഗികൾക്ക് 8,500 രൂപയുടെ മരുന്നിനാണ് ഇപ്പൊ 1,08,000 രൂപ ആകുന്നത്. അതിപ്പോ അമേരിക്കയിൽ മോഡി പോയി വന്നതിന് ശേഷം ഉണ്ടായ ദുര്യോഗമാണ്. ഇപ്പോൾ എന്റെ മാന്യ സുഹൃത്തിന്, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ഏതോ ബന്ധുക്കൾക്ക് ക്യാൻസർ രോഗം വന്നാൽ ഞാൻ 1,08,000 രൂപ കൊടുത്ത് മരുന്ന് വാങ്ങിക്കൊള്ളാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് ഉൾപ്പെടെ 8,500 രൂപയ്ക്ക് ഈ മരുന്ന് കൊടുക്കണമെന്നാണ്. അപ്പോ ന്യായമായ പ്രശ്നത്തിന് ഹർത്താൽ തന്നെ വേണം നിർബന്ധമില്ല. നമുക്ക് മറ്റു സമരക്കും ആവാം. ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പണി മുടക്കേണ്ടി വരും. അഡ്വക്കേറ്റ് ജോസഫ് റോണി ജോസ്, ഏത് തരത്തിൽ കോടതികൾക്ക് ഈ ഒരു കാര്യത്തിൽ, ഹർത്താൽ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയും? ആദ്യമായിട്ട് ഞാൻ പാതയോര യോഗ നിരോധന വിധിയെ പറ്റിയും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അത് സുപ്രീം കോടതി ശരിവെച്ച് റോഡിൽ യോഗം ചേരാൻ പാടില്ല. എന്നാൽ സർക്കാർ അത് നടപ്പാക്കിയോ? ഈ കോടതിനെ വിമർശിക്കുന്നവർ അതും കൂടി ആലോചിക്കണ്ടേ. കോടതി സുദീർഘമായ നിർദ്ദേശങ്ങൾ നൽകുകയും അത് പാലിക്കപ്പെടാതിരിക്കും. കോടതിക്ക് പോയി ചെയ്യാൻ പറ്റില്ല, അത് ഭരണകൂടമാണ് ചെയ്യേണ്ടത്. കോടതിയുടെ പല വിധികളും പാലിക്കപ്പെടുന്നില്ല. സൗമ്യ കേസിലും കോടതി റെയിൽവേക്ക് പകർപ്പ് അയച്ചു കൊടുത്തിട്ടും ഒരു നടപടി ഉണ്ടായില്ല. ഈ കേസിലും ചീഫ് സെക്രട്ടറിക്കും ഒരു പകർപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട്, വിധിപ്പകർപ്പ്. അതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമ്മൾ ഇന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശ്രീ ഖാലിദ് മുണ്ടപ്പള്ളി, ഈ ഒരു വിധി വന്നിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വിധിയോട് ഏത് തരത്തിൽ പ്രതികരിക്കാനാണ്, ഈ വിധിയെ ഏത് തരത്തിൽ നേരിടാനാണ് നിങ്ങളുടെ തീരുമാനം? ഈ വിധിയെ സംബന്ധിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഹൈക്കോടതി ഇപ്പൊ പുറപ്പെടുത്തിയിരിക്കുന്ന വിധി അനുസരിച്ച് പറയുമ്പോൾ ഇവിടെ സംഘടിത രാഷ്ട്രീയക്കാർക്ക് എന്ത് ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ആ വിധി വന്നിരിക്കുന്നത്. കാരണം ഈ വിധി ഹർത്താലിനെ റദ്ദ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഹർത്താലുകൾ ഇനി അടിക്കടി വരും. അല്ലെങ്കിൽ ഹർത്താലിന്റെ പേര് മാറ്റി വേറെ ഏതെങ്കിലും പേരിൽ ഇവരുടെ. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള അവകാശം എന്ന് നിലനിർത്തിക്കൊണ്ട് ഇത് റദ്ദ് ചെയ്യണമെന്ന് കോടതിയോട് ആവശ്യപ്പെടാൻ എന്താണ് കാരണം? ഭരണാധികാരികൾ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് സംരക്ഷണം കൊടുക്കേണ്ട ഇവിടുത്തെ ഭരണക്കാർ അത് ചെയ്യുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ശ്രീ ജയരാജൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമരമുറയാണ് ഇത് എന്നാണ് ഹർജിക്കാർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും ഖാലിദ് മുണ്ടപ്പള്ളിയെ പോലുള്ളവർക്ക് ജീവിക്കാനുള്ള അവകാശം തീർച്ചയായും വേണം, അത് നൽകണം. അതോടൊപ്പം ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നതിൽ ഏറ്റവും മൗലികമാണ് ഭക്ഷണം. ആ ഭക്ഷണം ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചാൽ അത് ജീവിക്കാനുള്ള അവകാശം തടയലാണ്. അതോടൊപ്പം പാർപ്പിടമില്ലാത്ത അനേക ലക്ഷങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോൾ അവർക്ക് പാർപ്പിടം കൊടുക്കണം. പാർപ്പിടം കൊടുക്കണമെങ്കിൽ ആദിവാസി ജനങ്ങൾക്ക് ഭൂമി കൊടുക്കണം. ആ ഭൂമിക്ക് വേണ്ടിയുള്ള സമരമാണ് ഇവിടെ നടക്കുക. അത് ഹർത്താൽ തന്നെ ആവണമെന്നൊന്നുമില്ല. ഖാലിദ് മുണ്ടപ്പള്ളിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും മൗലികമായ പെശകെന്ത, അദ്ദേഹം അടിസ്ഥാനപരമായി ജനാധിപത്യപരമായി സംഘടിക്കാൻ എന്നിട്ട് ആശയവിനിമയം നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും തടയാനുള്ള വിധത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തിയ ആളാണ്. അദ്ദേഹം ടിവിയുടെ മുമ്പാകെ വന്ന് അഭിപ്രായം പറഞ്ഞല്ലോ. നാളെ അദ്ദേഹം പറയുമോ ഈ TV ചാനലിന്റെ മുമ്പാകെ വന്ന് നടത്തുന്ന അഭിപ്രായ പ്രകടനം മൂലം ഞങ്ങളെല്ലാം വീട്ടില് ശബ്ദ മലിനീകരണം ഉണ്ടാകുന്നു, അത് തടയണമെന്ന്? അപ്പോ പാതയോരത്ത് ഗതാഗത തടസ്സമുണ്ടാക്കാതെ, അത് ഞാൻ അടിവരയിടും, ആ ഗതാഗത തടസ്സമുണ്ടാക്കാത്ത വിധത്തിൽ
കുറച്ചാളോട് വർത്തമാനം പറഞ്ഞാൽ എന്ത് അപകടം ഉണ്ടാകുമെന്ന് ഗാന്ധിജി പണ്ട് പാതയോരങ്ങളിൽ വന്ന് ഒരുപാട് സംസാരിച്ചതിനെ തുടർന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നെ കിട്ടിയത്. ശ്രീ ജയരാജൻ, ഇപ്പോൾ അങ്ങനെയാണോ സംഭവിക്കുന്നത്? പാതയോരത്ത് സമാധാനപരമായി പ്രതിഷേധം നടത്തുകയല്ലല്ലോ സംഭവിക്കുന്നത്. ഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള സമരപരിപാടികൾ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടികൾ പോലും നടത്തുന്നത്? എത്രയോ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എത്ര ഉദാഹരണം. ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പാതയോരത്ത് ഒരു ധർണ നടത്തിയിട്ട് വരികയാണ്. ആ റോഡിന്റെ അരികിൽ പാതയിൽ ആള് നിരനിരയായി 3 കസേരയിൽ ഇരുന്നിട്ട് ഒരു സമര സത്യാഗ്രഹം നടത്തി. ആകാശം ഇടിഞ്ഞു വീഴുവോ? പിന്നെ ഏടെ പോകുന്ന കടലിൽ പോയി ഇരിക്കാൻ പറ്റുമോ? ഏടിയെ ഇരിക്കുകയാണ്. ഇത് പാതയോരത്ത് എന്ന് പറയുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാകാത്ത വിധത്തില് ആ റോഡ് അരികില് സമരം നടത്തുന്നതിന് എന്ത്? ജയരാജൻ, അത്തരം സമരങ്ങളോടല്ല പ്രതിഷേധം. അത്തരം സമരങ്ങളോട് ആരും പ്രതിഷേധിക്കുന്നില്ല. സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങളോടാണ്. അതെ, നിങ്ങള് നമ്മുടെ ഈ മുണ്ടപ്പള്ളി വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം അത് വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. നിങ്ങൾ സംഘടിക്കാൻ, ആശയവിനിമയം നടത്താൻ, അഭിപ്രായം പറയാൻ അതുപോലും പാടില്ല. തീർച്ചയായും പുതിയ കാലത്തിനനുസരിച്ച് ശ്രീ എം വി ജയരാജൻ, ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. രാജു പി നായരിലേക്ക്, ഇത്തരത്തിൽ സംഘടിക്കാനുള്ള അവകാശം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു നീക്കമായിട്ടാണ് CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ കോടതി വിധിയെയും ഇത്തരം പ്രതിഷേധങ്ങളെയും കാണുന്നത്? ഒരിക്കലുമല്ല. കാരണം ഇത് കോടതി വിധി ഞങ്ങൾ പറയുന്ന ഒരു മനുഷ്യാവകാശത്തിൻ്റെ വശത്തു നിന്നുകൊണ്ട്, അത് മാത്രമല്ല ലീഗൽ സൈഡിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ CPM തന്നെ കഴിഞ്ഞ ഒരു പാർട്ടി സമ്മേളനത്തിൽ ഇവരുടെ സമരത്തിൻ്റെ രീതികൾ മാറണം, ഓൺലൈൻ പെറ്റീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മാറണം എന്ന് പറയും. വളരെ നല്ലൊരു സമയം. കാരണം ഇന്ന് എല്ലാ ജനങ്ങൾക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ളൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ അഭിപ്രായ രൂപീകരണം നടത്തിക്കൊണ്ട് ഇതിന് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഒരു രാജ്യം മുഴുവൻ കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയയുടെ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഈ പ്രാകൃതമായിട്ടുള്ള സമരമാർഗ്ഗങ്ങൾ, വഴിയിൽ ജോലിക്ക് പോകുന്നവനെ, ആശുപത്രിയിൽ പോകുന്നവനെ തടഞ്ഞു നിർത്തി അവൻ്റെ തലയടിച്ച് പൊട്ടിച്ച് അവൻ്റെ വാഹനം തകർക്കുന്ന ഇതിന് ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ജനങ്ങൾ ഭയന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഹർത്താലിൽ വ്യാപകമായിട്ടുള്ള അക്രമം ഉണ്ടായതിനു ശേഷം സേ നോ ടു ഹർത്താൽ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ കമ്മിറ്റി ഒരു ലീഗൽ സെല്ലുണ്ടാക്കിയിട്ട് കേരളം മുഴുവനുള്ള പത്രങ്ങളിലും എല്ലാത്തിലും ഈ ലീഗൽ സെല്ലുണ്ട്. നിങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ലീഗൽ സർവീസ് തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇത് ചെയ്തു പോകും. 4 പേരാണ് അതിനകത്ത് വിളിച്ചത്. അവരോട് വിളിച്ച് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ FIR ഫയൽ ചെയ്തിട്ട് ഞങ്ങളെ വിളിക്കൂ, ഞങ്ങൾ വക്കീലിനെ തരാം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കേസ് വാദിക്കാം എന്ന് പറഞ്ഞപ്പോൾ 4 പേരും ഒഴിഞ്ഞു. അത് തൊടുപുഴയിൽ ഉണ്ടായിരുന്ന ആൾ പോലെ പറഞ്ഞു, എനിക്ക് ഇത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഇനി അതുകൊണ്ട് ബാക്കിയോട് നഷ്ടം വരുത്താൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ ജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളോട് ഭയമായിട്ട് മാറിയിരിക്കുന്നു. അതിൻ്റെ ഈ സമരമുറകളാണ് ആ ഭയം. അവിടെ പുനർചിന്തനം ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നടത്തണം. ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം സമരമുറകളോട് ഉള്ള സമീപനങ്ങളിൽ പുനർവിചിന്തനം നടത്താൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. ഇതോടുകൂടി ഇന്നത്തെ 9th അവർ ചർച്ച അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ എം വി ജയരാജൻ, രാജു പി നായർ, അഡ്വക്കേറ്റ് ജോസഫ് റോണി ജോസ്, ഖാലിദ് മുണ്ടപ്പള്ളി, നന്ദി.